ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കാഷ്യൂനട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ടുണ്ട്. വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, ഒരു 3 ബീൻസ് എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ബസുമതി റൈസ് അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചതാണ്. കുക്കറിൽ 2 വിസിലടിച്ച്. റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. അടുത്തതായി മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി 5 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, 2 തക്കാളി, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പുഴുങ്ങിയ 4 മുട്ട, പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. 2 വറ്റൽമുളകും, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇടാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. സെറ്റ് ചെയ്യാൻ വേണ്ടി പാത്രത്തിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അതിൻ്റെ മുകളിൽ ഫുള്ള് നിരത്തി ഇട്ട് കൊടുക്കാം. മുട്ടയും മസാലയും അതിൻ്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി റൈസ് കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പൈനാപ്പിൾ എസൻസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം. മുട്ട ബിരിയാണി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.